ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അഷിതയും അതുപോലെ തന്നെ സുചിത്രയും കൂടി അടുക്കളയിലേക്ക് പോകുമ്പോ മഞ്ജിമ പെറുപിറുത്തോണ്ടിരിക്കുകയാണ്. അവളുടെ മകളുടെ വിചാരം ആരാണെന്ന് ഇങ്ങോട്ട് കേറി വന്നിരിക്കുന്നു. അനീതിനെ കാണാൻ വന്നെങ്കിൽ കണ്ടിട്ട് പോയിക്കൂടെ എന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നാണില്ലാത്തവര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങോട്ട് വരട്ടെ, ചവിട്ടുകൂട്ടി പുറത്തേക്ക് തരണം, നാളില്ലാതെ ഒരാൾത്തരുടെ വീട്ടിലേക്ക് ഇരുന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പെറുപിറുത്തോണ്ട് തിരിയുമ്പോഴേക്കും അവിടെ അഷിതയും സുചിത്രയും നിൽക്കുന്ന മഞ്ജിമ കാണുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അടുക്കളയിലേക്ക് വന്നത്? ഇഷിതനെ കാണാൻ വന്നെങ്കിൽ ഇഷിതയുടെ റൂമിലേക്ക് പോവാ, ഇഷിതനെ കാണാൻ തിരിച്ചു പോവാ, അല്ലാതെ അടുക്കള കയറി നേരം കണ്ട കാര്യം നിങ്ങൾക്കില്ല, ഇറങ്ങിപ്പോയിടുന്ന് എന്ന് മഞ്ജിമ പറയാണ്. അത് കേട്ട് അഷിത പറയുന്നുണ്ട്, അതെ ഞങ്ങള് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വന്നതല്ല, ഇഷുവിനെ കാണാൻ വന്നതുമല്ല, ഞങ്ങളെ മഞ്ജുവിനെ കാണാൻ വന്നതാ. എന്നെന്തിനാ നിങ്ങൾ കാണുന്നത്? ഇറങ്ങി പോയിക്കിവിടുന്ന്. അതെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അതെ ഒരു ചവിട്ടും ഞാന്. നീ കാണണോ ഇഷിതക്ക് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാവണത്? ഞാൻ കാണണോ? ഞാൻ എന്ത് ചെയ്തെന്നാ പറയണത്? രചനയുടെ നക്കാപ്പീച്ച പൈസക്ക് വേണ്ടിട്ട് നീ എന്റെ ഇഷുവിനെ ഒറ്റ കൊടുക്കുകയല്ലേ? എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അഷിത കാലിങ്ങനെ പൊക്കുവാട്ടോ. അയ്യോ വേണ്ട എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് മഞ്ജിമ ചോദിക്കുമ്പോ സുചിത്ര പറയണ്ട, അയ്യേ ഞങ്ങൾക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പരിപാടിയില്ല, ഞങ്ങളെ പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യണത്. അതെ കൈലാസേട്ടൻ ഒന്നും പറഞ്ഞു തട്ടില്ലേ? അല്ല കൈലാസേട്ടൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടല്ലോ, പേടിച്ചോടിപ്പോയതാണല്ലോ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊന്ന് പൊയ്ക്കെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അശ്വത പറയണ്ട്, അതെ ഞങ്ങളെ പ്രവർത്തിച്ചേ കാണിച്ചു കൊടുക്കാറുള്ളൂ എന്നിട്ട് കത്തി കയ്യിലേക്ക് എടുക്കാണ്. ഇത് കണ്ടില്ലേ, ഈ കത്തി വെച്ചിട്ട് ഞാൻ കുത്തിത്തരും, ആരും എനിക്കെതിരെ ഒന്നും പറയില്ല, നീ ചത്താലോ കുഴിച്ചു മൂടേയുള്ളൂ, ആരും പോലീസ് കേസ് കൊടുക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാവോ, എനിക്ക് നിന്നെ കൊല്ലണം, എന്റെ ഇഷ്യൂവിന്റെ കുഞ്ഞെ ഇല്ലാതാക്കാൻ നടക്കണ നീയല്ലേ, നിനക്ക് സഹിക്കുന്നില്ലല്ലേടി ഇഷിത ഗർഭിണിയായത്? നോക്കിയേ ഇഷിതയുടെ കുഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇഷിത പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനെ അവള് ജീവനോടെ ഉണ്ടായിട്ട് നീ മാത്രം സുഖിക്കണ്ട. അപ്പൊ ഇഷിതയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കണ മുമ്പ് ഞങ്ങൾ നിന്നെ കൊന്നുകളയും, മനസ്സിലായോ? സുചിത്രനെ പറയണ്ടേ, എടി കൈ രണ്ട് കൂട്ടിപ്പിടിക്കടി എന്ന് പറയണം. മഞ്ജുവിന്റെ രണ്ട് കൈകളും ബാക്കിലേക്ക് കൂട്ടിപ്പിടിക്കാണ് സുചിത്ര. ചേച്ചി ഇങ്ങനെ സംസാരിച്ചിരിക്കാതെ നല്ലൊരു പണി കൊടുക്കു ചേച്ചി, നല്ലൊരു മുറിവ് ഈ കയ്യിലേക്ക് ഇതിനെ വെച്ചു കൊടുത്തോ. ഒരു ദിവസം കയ്യിലെ നരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ആളല്ലേ, അതുകൊണ്ട് കയ്യിലെ നരമ്പ് തന്നെ മുറിച്ചോളാം, നല്ലൊരു പാട് തന്നെ വരുത്തി ചേച്ചി. ആ പാട് കഴിഞ്ഞിട്ട് ഇവളെപ്പോഴും ഓർമ്മിക്കണം എന്ന് പറയണം. അയ്യോ വേണ്ട ഒന്നും ചെയ്യല്ലേ അഷിതേ, ഒന്നും ചെയ്യല്ലേ അഷിതേ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും, നിന്നെ കുത്തടി, മുഖത്ത് കുത്തണോ കയ്യിൽ കുത്തണോ എന്ന് പറഞ്ഞിട്ട് കത്തി അടുത്തേക്ക് കൊണ്ടുവരട്ടെ. അയ്യോ വേണ്ട കത്തി മുറിയും എന്നൊക്കെ പറയുമ്പോഴേക്കും അഷിത പറയണ്ടേ, ശരി ഈ പ്രാവശ്യത്തേക്ക് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ ഇനി ഇഷിതടുത്ത് എങ്ങാനും നിന്റെ വെളച്ചിലായിട്ട് പോയാ, നിന്റെ കോളെങ്ങാനും രചനക്ക് വന്നെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ കൊന്നുകളിട്ട് ജയിലിൽ പോയി കുഴപ്പമില്ല. കാരണം ഇഷിതയുടെ ജീവിതമാണ് എനിക്ക് വലുത്, എന്റെ ജീവിതം എങ്ങനെയോ ആയി, അതുകൊണ്ട് ഇഷിതെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ. അതുകൊണ്ട് ഇനി രചന എങ്ങാനും ഈ വീട്ടിൽ വന്ന നീ ആ വിവരം എന്നെയും ഇവളെ വിളിച്ചറിയിക്കണം, കേട്ടല്ലോ? ശരി എന്ന് മഞ്ജു പറയാണ്. അത് കേട്ട് നമ്മുടെ സുചിത്രയും അതുപോലെ തന്നെ അഷിതയും കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹോളിലേക്ക് പോവാട്ടോ. അപ്പൊ അവിടെ നിൽക്കുന്ന രാമനാഥൻ രണ്ടുപേരെയും വിളിക്കുന്നത്, രണ്ടുപേരും അവിടെ നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. എന്താ അച്ഛാ എന്ന് അശ്വത ചോദിക്കുമ്പോ രണ്ടുപേരും കൂടി അടുക്കളയെ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു, മഞ്ജുവിനെ ഭീഷണിപ്പെടുത്ത നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോ അച്ഛാ അത് ഞങ്ങൾ വേറെ തമാശക്ക്, ഇതാണ് തമാശ, കത്തി ചൂണ്ടിയാണോ നിങ്ങൾ തമാശ കാണിക്കുന്നത്? സുചിത്രേ നീ ഈ വീട്ടിൽ മരുമകളായിട്ട് വരേണ്ടതല്ലേ, ഇങ്ങനെ പോവാണെങ്കിൽ നീ മുകളിൽ നിന്നല്ലെന്ന് സ്വപ്നത്തിനെ പരിച്ച് താഴത്തേക്ക് ഇടുമല്ലോ. അയ്യോ അച്ഛാ ഒരിക്കലും ഇല്ല, ഞാൻ വെറുതെ ഇഷിതേച്ചിനെ മഞ്ജുവച്ചിട്ട് ദ്രോഹിക്കുന്നതുകൊണ്ട് വെറുതെ ഒരു ഡോസ് കൊടുക്കുക, നിങ്ങൾ ആര് ഡോക്ടേഴ്സോ എന്ന് ഞാൻ ചോദിക്കണം. അച്ഛാ ഞങ്ങൾ വെറുതെ തമാശക്ക് എന്ന് അഷിത പറയുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പൊട്ടിച്ചിരിക്കാട്ടോ. നിങ്ങൾ പേടിച്ചു പോയോ മക്കളെ? അതെ നിങ്ങൾ പേടിപ്പിച്ചത് കണ്ടിട്ട് രചന മഞ്ജുമ പേടിച്ചോ? ചെറുതായിട്ട്. എന്നാലും നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഇടക്കിടക്ക് വരണം, അതിനെയാണ് ഞാൻ ഈ ഡോസ് തന്നത്. അവളെ പേടിപ്പിച്ച് മുൾമുനിയെ നിർത്തിയ ആളല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞ പേടിക്കോ നോക്കിയെന്നേ ഉള്ളൂ. നോക്ക് മഞ്ജുമിനെ ഈ നിലയിൽ പിടിച്ചാൽ മാത്രമേ അവൾ ഇഷിതനെ ദ്രോഹിക്കാതിരിക്കുള്ളൂ. നിങ്ങൾ ചെയ്ത് നന്നായി മോളെ, വളരെ നന്നായി. അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. ഞാൻ അങ്ങനെ പറയോ മക്കളോട്? ഇഷിതനെ കണ്ടു അതെ ഞങ്ങൾ സംസാരിക്കണതേ മഞ്ജുമ കേൾക്കണ്ട, അപ്പൊ നിങ്ങൾ എത്ര നേരം ചെയ്ത കഷ്ടപ്പാട് വെറുതെ ആയി പോകും. ശരി ഞങ്ങൾ ഇഷിതനെ കണ്ടു പോവാണ് വെച്ചാ ബായ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇഷിതയുടെ റൂമിലേക്ക് പോവാട്ടോ. രാമദേവൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാണ്. അവിടെയൊക്കെ മഞ്ജുമ വരുന്നുണ്ട്. ഈശ്വര അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? അവളുമാര് പറഞ്ഞത് എങ്ങനെ അച്ഛൻ കേട്ട് കാണുമായിരിക്കോ? അച്ഛൻ എപ്പോഴാ അച്ഛൻ വന്നത്? ഞാൻ ഇപ്പൊ കേറി വന്നേ ഉള്ളൂ. അച്ഛൻ സുചിത്രനെയും അഷിതനെയും കണ്ടിരുന്നോ? അവരിവിടെ വന്നിരുന്നോ?
വന്നിരുന്നു, എന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഹോ, ആഷിതയുടെ ഒരു നാവ്! ഹോ, എന്തൊരു പെണ്ണത്! ഇനി അവര് വന്ന എന്നെ ചാണകവെള്ളം തളിക്കും. മോളെ, അങ്ങനൊന്നും ചെയ്യില്ലേ. അഷിതയുടെ സ്വഭാവം മോൾക്ക് ശരിക്കും അറിയില്ല. എന്താ അത്? അഷിതയുടെ ജീവിതത്തെ കുറിച്ച് മോൾക്ക് അറിയാലോ. ഒന്നും നോക്കാനില്ല അവൾക്ക്. അവളെ കഴിഞ്ഞ ദിവസം ആ മനസ്സിനെ എന്തോ പറഞ്ഞിട്ട് മനസ്സിലൂടെ കഴുത്തെ കയറി പിടിച്ച്. ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാ മനസ്സിന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അത് അവര് കണ്ടോണ്ട് മാത്രം. അവൾക്ക് ഒന്നും പേടിക്കാനില്ല. അവൾ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. അതുകൊണ്ട് അവളെ മാത്രം നീ ഒന്നും പറയല്ലേ. അതെ, അവരെന്നിട്ട് നീ ചായ കൊടുത്തോ? ഇല്ല, എന്റെ പട്ടി ചായ കൊടുക്കും. എടി, അങ്ങനെയൊന്നും പറയല്ലേ. ഇത് കേട്ടാ മതി ആഷിത ദേഷ്യം വന്ന് ചിലപ്പോൾ അതിന്റെ കഴുത്തിനെ കയറി പിടിക്കും. അറിയാലോ, അവള് കഴുത്തിനെ കയറി പിടിച്ച ആരും അവൾക്കെതിരെ സാക്ഷി പറയില്ല. അതുകൊണ്ട് പോയി ചായ കൊടുക്ക്. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ ചായ കൊടുക്കാം. ശരി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മഞ്ജിമ അടുക്കള ചായ ഇടാൻ കയറാണ്. അത് കണ്ട് രാമനാഥൻ പൊട്ടിച്ചിരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് ആദീനെയാണ്. ആദീനെ വിളിച്ചുകൊണ്ട് രചന ആകാശിന്റെ അടുത്തേക്ക് വരുവാട്ടോ. ആകാശ് പറയുന്നത്, ശേ രചന, നീ ഇവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നോ? ഞാൻ പറഞ്ഞ കാര്യം ഇവനോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ആകാശ്, അതുകൊണ്ടാ വിളിച്ചോണ്ടത്. മോനെ, ഞാനേ നിന്റെ അച്ഛന്റെ പുറകെയിലാ നടന്നുകൊണ്ടിരുന്നത്. ബിസിനസ്സിൽ നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്ന വിചാരം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ നോക്കി ഞാൻ എന്റെ ബിസിനസ് നോക്കാതെയായി. അതിന്റെ കേടുപാടുകൾ എനിക്ക് സംഭവിച്ചു ചെയ്തു. ഇനി നിന്റെ അച്ഛനായിട്ട് ഞാൻ ഒരു പ്രശ്നത്തിനുമില്ല. ഇനി ഞങ്ങൾ സുഖസമാധാനത്തോടെ ജീവിക്കും, അല്ലേ? പഴയ പോലെ. മോനെ ഓർമ്മയില്ലേ പഴയ കാലം? എന്ത് രസമായിരുന്നെന്ന്. ഞാനും നീയും നിന്റെ മമ്മിയൊക്കെ കൂടിയിട്ട്. അത് നമുക്ക് തിരിച്ചു വേണം മോനെ. പിന്നെ മോളുടെ ചിപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മോനെ. നോക്ക്, ഇഷിതക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോ ഇഷിത സ്വന്തം കുഞ്ഞിനെയല്ലേ സ്നേഹിക്കുള്ളൂ. ആരെങ്കിലും മറ്റുള്ളവരുടെ കുഞ്ഞിനെ സ്നേഹിക്കോ? അപ്പൊ നിന്റെ അനിയത്തെ ഒറ്റപ്പെടും. ആ സമയത്ത് നീ നിന്റെ അനിയത്തിനെ ഇവിടെ കൊണ്ടുവന്നാ മതി. അപ്പൊ രചന പറഞ്ഞ, ആകാശ് എനിക്ക് എന്റെ മോളെ ഇവിടെ കൊണ്ടുവരണം. രചന, അതന്നെ ഞാൻ പറഞ്ഞത്. അവളെ നിർബന്ധപൂർവ്വം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അവൾക്ക് ഇഷ്ടപ്രകാരം അവൾ ഇങ്ങോട്ട് വരട്ടെ. നോക്ക്, ഇഷിത പ്രസവിക്കട്ടെ. പ്രസവിച്ചു കഴിയുമ്പോ ഇഷിതയുടെ സ്വഭാവം മാറുമ്പോ അവള് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളും. അല്ലെങ്കിൽ നിന്റെ ഈ മോൻ കൊണ്ടുവന്നോളും. അതെ മോനെ, ഇത് നിനക്ക് പോക്കറ്റ് മണിയാ, എനിക്കൊന്നും വേണ്ട എന്ന് ആദ്യം പറയുമ്പോ, മുമ്പ് ഞാൻ നിനക്ക് ഇത് ഒരുപാട് പ്രാവശ്യം തന്നിട്ടുണ്ട്. അന്നൊക്കെ നീ ഇത് വാങ്ങിക്കുമായിരുന്നു. പിന്നെന്ത് വാങ്ങിക്കാത്ത? നിനക്ക് ആവശ്യങ്ങളില്ലേ? ഷൂ വാങ്ങണം, ബുക്ക് വാങ്ങണം, ബാറ്റ് വാങ്ങണം. അതിനിത് വെച്ചോ. എനിക്ക് അതെല്ലാം ഉണ്ട്. എനിക്ക് ഈ പൈസ ഒന്നും വേണ്ട. എടാ വെക്ക് മോനെ എന്ന് രചനയും പറയാണ്. അങ്ങനെ ആകാശ് ആ പൈസ തിരികെ ആദ്യയുടെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കാട്ടോ. ആ സമയത്ത് ആദ്യ ദേഷ്യത്തോടു കൂടി തന്നെ മുകളിലേക്ക് പോവാണ്. രചന പറയണ്ട്, നമ്മൾ പറഞ്ഞതൊക്കെ അവൻ വിശ്വസിച്ചോ? വിശ്വസിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ അത് വിശ്വസിക്കും, എനിക്ക് ഉറപ്പുണ്ട് രചന എന്ന് ആകാശ് പറയാണ്. റൂമിലെത്തിയ ആദ്യ ആ പൈസ ബെഡിലേക്ക് ഇടുവാട്ടോ. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ചിപ്പിനെ വിളിക്കുന്നുണ്ട്. ചിപ്പി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ആദ്യേട്ടാ. മോളെ ചിപ്പി, ഈ ഇവിടുത്തെ സംഭവം കഴിട്ടെ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുക. എന്ത് പറ്റി ആദ്യേട്ടാ? ഈ ആകാശങ്ങൾ സ്വഭാവം മാറിയ പോലെയാ എന്നോട് സംസാരിക്കണത്. നല്ല മനുഷ്യനെ പോലെ. അയാളുടെ സ്വഭാവം മാറില്ല. അയാളെ വൃത്തികെട്ടവനാ. അതെനിക്കറിയാം മോളെ. പിന്നെ അയാൾ എന്തിനാ ഇങ്ങനെ നല്ലവനെ പോലെ അഭിനയിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അയാൾ ഒരുമാതിരി ഉപദേശം. അല്ല മോളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ആദ്യേട്ടാ? അല്ല ഇഷിത അമ്മക്ക് കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ മോളോടുള്ള ഇഷ്ടം കുറയൊന്നും മോൾക്ക് പേടിയുണ്ടോ? അയ്യോ, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ കുഞ്ഞാവ് വരുമ്പോ എല്ലാരും ഇഷ്ടം കുഞ്ഞാവടുത്തല്ലേ ആദ്യമായിട്ടാ കാണിക്കേണ്ടത്. അതല്ലേ വേണ്ടത്. കുഞ്ഞാവ ചെറിയ വാവയല്ലേ. ഈ ലോകത്തെ കുറിച്ച് കുഞ്ഞാവക്ക് ഒന്നും അറിയില്ല. അപ്പൊ നമ്മളെല്ലാരും അല്ലേ കുഞ്ഞാവിനെ നോക്കി വളർത്തി വലുതാക്കേണ്ടത്. അല്ലാതെ എന്റെ അമ്മക്ക് എല്ലായിടത്തും ഒരുപോലെ സ്നേഹമാണ്, എല്ലാ കുട്ടികൾക്കും. അങ്ങനെ ആവാനേ എന്റെ അമ്മക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ല ആദ്യേട്ടൻ എന്താ ഇങ്ങനെ ചോദിക്കണത്? നീ ഇത് ആർക്കും പറയലേട്ടോ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി ആദ്യേട്ടാ, എന്തിനാ വെക്കുവാണേ എന്ന് വേണ്ട ചിപ്പിയും ഫോം വെക്കാണ്. ആദ്യക്കും ഒരു സമാധാനമൊക്കെ ആവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് പാതിരാത്രി നമ്മുടെ ഇഷിത എഴുന്നേറ്റിട്ട് മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ് എനിക്ക് അപ്പോ മുട്ടക്കറിയും കഴിക്കണം. ഈ സമയത്തോ? അതെ മഹേഷ്, എനിക്ക് വിശക്കുന്നു. അപ്പോ മുട്ടക്കറിയും വേണം. എടോ അത് പിന്നെ വാ മഹേഷ് എന്ന് പറഞ്ഞ മഹേഷിനെ വെച്ചിട്ട് തട്ടുകടയിലേക്ക് പോവാട്ടോ. അങ്ങനെ അപ്പോ മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് മാധവ് വെള്ളം അടിച്ചു വരുവാണ്. മഹേഷിനോട് പറയണ്ട്, ഇഷിത ഇവളെ എന്റെ പെണ്ണാ, എന്റെ ആവേണ്ട പെണ്ണാ. വർഷങ്ങളോളം ഞങ്ങൾ പ്രണയിച്ച് സ്വപ്നം കണ്ടതാ. എന്റെ പെണ്ണാ ഇവള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയുടെ കയ്യിൽ എന്തോ കയറി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് മഹേഷ് ദേഷ്യം കൊണ്ട് മാധവനെ അടിച്ച് നിലത്തേക്കിടാണ്. ഇഷിത മാധവന് അയ്യോ മാധവ് എന്ന് പറഞ്ഞിട്ട് മാധവന്റെ അടുത്തേക്ക് പോകുമ്പോ അവളവിടെ കിടന്ന് ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിതയുടെ കൈ പിടിച്ച് വണ്ടിയിലേക്ക് കയറുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.